ഹലോ ഓൾ, വെൽക്കം ടു ഓഗി നോട്ട്സ്. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ ഹോം ബറിയൽ എന്ന പോയത്തിനെ കുറിച്ചിട്ടാണ്. പോയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് റോബർട്ട് ഫ്രോസ്റ്റിനെ കുറിച്ച് പറയാം. റോബർട്ട് ഫ്രോസ്റ്റ് ജനിച്ചത് 1874 മാർച്ച് 26 സാൻ ഫ്രാൻസിസ്കോയിലാണ് അദ്ദേഹം ജനിച്ചത്. ജേർണലിസ്റ്റായ വില്യമിൻ്റെയും അതേപോലെ സ്കൂൾ ടീച്ചറായ ഇസബലിൻ്റെയും മകനായിട്ടാണ് അദ്ദേഹം ജനിച്ചത്. തൻ്റെ കവിതകളിൽ നാച്ചുറായിട്ടും അതേപോലെ തന്നെ റൂറൽ ലൈഫായിട്ടും ഒരുപാട് കണക്ഷൻസ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ മുത്തശ്ശൻ തനിക്ക് സമ്മാനിച്ച ഫാമിൽ നിന്നിരുന്നിട്ടാണ് അദ്ദേഹം ഒരുപാട് കവിതകൾ എഴുതിയിട്ടുള്ളത്. ഇനി നമുക്ക് പോയത്തിൻ്റെ തീമും അതേപോലെ സ്ട്രക്ചറും നോക്കാം. ഹോം ബറിയൽ എന്ന പോം ബ്ലാങ്ക് വേഴ്സിലാണ് എഴുതിയിരിക്കുന്നത്. അതായത് ഇതിന് പ്രത്യേകിച്ച് ഒരു റൈമിംഗ് സ്കീമില്ല. അതേപോലെ തന്നെ ഇതൊരു കോൺവെർസേഷണൽ ട്യൂണിലാണ് എഴുതിയത്. കോൺവെർസേഷണൽ ട്യൂൺ ഉദ്ദേശിക്കുന്നത് ഇതിലൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന രീതിയിലാണ്, ഒരു ഡയലോഗ്സിൻ്റെ ഫോമിലാണ് ഇത് എഴുതിയത്. അതേപോലെ തന്നെ ഈ ഒരു ഹോം ബറിയൽ എന്ന ടൈറ്റിൽ 3 ടൈപ്പ് ഓഫ് ബറിയലിനെ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ വരുന്നത് ഡെത്ത് ഓഫ് എ ചൈൽഡാണ്. ഡെത്ത് ഓഫ് എ ചൈൽഡ് ഉദ്ദേശിക്കുന്ന ഈ ഒരു പോം മെയിനായിട്ട് വരുന്നത് ആ ഒരു തീമിലാണ്, ഒരു കുട്ടിയുടെ മരണത്തിൻ്റെ തീമിലാണ്. രണ്ടാമത്തേത് വരുന്നത് ബറിയൽ ഓഫ് ഇമോഷൻസ്, അതായത് ഇമോഷൻസിൻ്റെ ആ ഒരു ബറിയലിന് ഉദ്ദേശിക്കുന്നത് അതിനുള്ള ഒരു അടക്കം, അതായത് പ്രോപ്പറായിട്ട് ഇമോഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേ ചെയ്യുന്നില്ല എന്ന്. പിന്നെ മൂന്നാമത്തെ വരുന്നത് ഡെത്ത് ഓഫ് എ റിലേഷൻഷിപ്പ്. ഇതിൽ മെയിനായിട്ട് വരുന്നത് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിന് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മാരിറ്റൽ ലൈഫിനെ അത് ബാധിക്കുന്നത്, അവരുടെ ഇടയിലുള്ള ഒരു കോൺഫ്ലിക്റ്റാണ് ഈ ഒരു പോയത്തിലെ മെയിനായിട്ട് ഡയലോഗ്സ് കാണിക്കുന്നത്. പിന്നെ ഇതിൽ തീംസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീംസ് ദ കോസ്റ്റ് ഓഫ് മിസ്കമ്മ്യൂണിക്കേഷൻ, ഡെത്ത് ആൻഡ് ഗ്രീഫ്, ജെൻഡർ റോൾസ്. ഇത് മൂന്നുമാണ് മെയിനായിട്ടുള്ള തീംസ് എന്ന് പറയുന്നത്. ഇതിൽ കോസ്റ്റ് ഓഫ് മിസ്കമ്മ്യൂണിക്കേഷൻ ഉദ്ദേശിക്കുന്നത് അവർ തമ്മിലുള്ള ഇടയിൽ, അതായത് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഒരു കപ്പിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ അല്ലാത്തതുകൊണ്ട് അവരുടെ ഇടയിലുണ്ടാവുന്ന കോൺഫ്ലിക്റ്റിനാണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ഡെത്ത് ആൻഡ് ഗ്രീഫ്, അതായത് അവരുടെ കുട്ടി മരിക്കുമ്പോൾ ആ ഒരു പ്രോപ്പറായിട്ട് ഗ്രീഫ് ചെയ്യാൻ പറ്റുന്നത്, അവർക്ക് സങ്കടപ്പെടാൻ പറ്റുന്നില്ലാത്ത രീതിക്ക്, അതായത് തൻ്റെ ഭാര്യയ്ക്ക് അത് പ്രോപ്പറായിട്ട് പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല എന്നല്ല, പ്രോപ്പറായിട്ട് പ്രകടിപ്പിച്ചപ്പോൾ അത് ഭർത്താവിന് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അത് ആ ഒരു രീതിയിലാണ് വരുന്നത്. പിന്നെ ജെൻഡർ റോൾസ് ഉദ്ദേശിക്കുന്നത് ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഇതിലേ എടുത്ത് കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് പോയത്തിലേക്ക് എടുക്കാം. ഈ പോയത്തിൽ സ്റ്റാർട്ടിങ് തന്നെ നമുക്കൊരു കഥാരൂപത്തിലേക്ക് ഒരു ചെറിയൊരു ഇൻസിഡൻ്റ് ആയിട്ട് കാണാം. ഈ ഒരു ഇൻസിഡൻറ്റ് സ്റ്റാർട്ടിങ്ങിൽ വരുന്നത് ഒരു ഹസ്ബൻഡ് തൻ്റെ വൈഫ് ഒരു സ്റ്റേ കേസിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ്. സ്റ്റേ കേസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഇങ്ങനെ സൈഡിലേക്ക് അല്ലെങ്കിൽ ബാക്കോട്ടേക്ക് ഇങ്ങനെ തിരിഞ്ഞ് എന്തോ നോക്കുന്നത് പോലെ ഹസ്ബൻഡിനെ തോന്നി. അപ്പോൾ ഹസ്ബൻഡ് ചോദിക്കുകയാണ്, എന്താ നീ നോക്കുന്നത്, എനിക്കും മനസ്സിലാവണം, ഐ വോണ്ട് ടു നോ എന്ന് പറഞ്ഞു. അപ്പോൾ ആ വൈഫ് ഒന്നും പറയുന്നില്ല, ഇപ്പോൾ എന്താണെന്നുള്ള കാര്യമൊന്നും പറയുന്നില്ല. വൈഫ് ഒന്നും കൂടി താഴത്തേക്ക് ഇറങ്ങി അവിടെ ഒന്ന് ഇരുന്ന് ആദ്യം ഒരു പേടിയുള്ള, ഒരു ടെറിഫൈഡ് ആയിട്ടുള്ള മുഖം മാറിയിട്ട് പിന്നെ ഒരു ഡൾനെസ്സിലേക്ക് പോയി. ആരെങ്കിലും മരണപ്പെട്ടാലുള്ള ആ ഒരു ഭാവമില്ല, അതുപോലാണ് വന്നത്. പിന്നെയും ഹസ്ബൻഡ് ഇങ്ങനെ കയറി വന്ന്, എനിക്ക് എന്താണെന്ന് അറിയണം, നീ എന്താ നോക്കുന്നത് എനിക്കറിയാം, ഞാൻ കയറി വന്നു. അപ്പോൾ കയറി വന്നപ്പോൾ ഹസ്ബൻഡിന് മനസ്സിലായി എന്താണെന്നുള്ള കാര്യം. അപ്പോൾ വൈഫ് ചോദിച്ചു, എന്താ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ചോദിച്ചു. അപ്പോൾ ഹസ്ബൻഡ് പറയും, എനിക്ക് മനസ്സിലായി, നീ എന്താണ് നോക്കുന്നതെന്നുള്ളത്. അപ്പോൾ വൈഫ് ചോദിക്കും, എന്താന്നുള്ള നിങ്ങൾ പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് പറയും, എനിക്ക് മനസ്സിലായി, നീ അവിടെ പുറത്തുള്ള ഗ്രേവ് യാർഡ് നോക്കുകയാണ്, അതായത് പുറത്തുള്ള ആ ഒരു ശവകുടീരം അല്ലെ, ആ ഒരു ഡെഡ് ബോഡീസൊക്കെ വെച്ച സ്ഥലത്തിലേക്ക് നോക്കുകയാണെന്നുള്ള, കാരണം അവിടെയാണ് ആ ഒരു ഹസ്ബൻഡിൻ്റെ ഫാമിലി മൊത്തം ഉള്ളതെന്നുള്ള ആ ഒരു ഹസ്ബൻഡ് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ ദിവസം ഈ വഴി പോകുന്ന എനിക്കിത് കണ്ട് ശീലിച്ചുകൊണ്ട് എനിക്കത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടില്ല എന്ന് ഹസ്ബൻഡ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ 3 ഹെഡ് സ്റ്റോൺസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ദർ ആർ 3 ഹെഡ് സ്റ്റോൺസ്. ഒന്ന് സ്ലേറ്റ് കൊണ്ട് ഉണ്ടാക്കിയതാണ്, ഒന്ന് മാർബിൾ കൊണ്ട് ഉണ്ടാക്കിയതാണ് എന്നൊക്കെ ഹസ്ബൻഡ് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ അത്ര അറ്റൻഷൻ കൊടുക്കേണ്ട, താഴേക്ക് ഇറങ്ങുക എന്നുള്ള രീതിയിൽ ഹസ്ബൻഡ് വൈഫിനോടുള്ള രീതിയിൽ താഴത്തേക്ക് ഇറങ്ങുക എന്നുള്ളത് ഇങ്ങനെ പറയണം. അപ്പോൾ പിന്നെ അയാൾക്ക് മനസ്സിലാണ്, ഐ അണ്ടർസ്റ്റാൻഡ് നൗ, ഇറ്റ്സ് നോട്ട് ദ ഹെഡ് സ്റ്റോൺ യു ആർ ലുക്കിംഗ് അറ്റ്, അതായത് ആ ഒരു ഹെഡ് സ്റ്റോൺ അല്ല നോക്കുന്നതെന്ന് ആ ഒരു ഹസ്ബൻഡിന് മനസ്സിലാണ്. ബട്ട് അവർ ചൈൽഡ്സ് ഗ്രേവ്, അതായത് തൻ്റെ മകൻ്റെ അല്ലെങ്കിൽ അവരുടെ മകൻ്റെ ഗ്രേവിലേക്കാണ് നോക്കുന്നത്, ആ ഒരു ശവകുടീരത്തിലേക്കാണ് നോക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോൾ ആ വൈഫിന് പെട്ടെന്ന് ഷോക്കായ പോലെ ഡോണ്ട് എന്നുള്ളത് 4 പ്രാവശ്യം ഷൗട്ട് ചെയ്തിട്ട് ഇങ്ങനെ പറയും. അപ്പോൾ അവൾ ഹസ്ബൻഡിനെ ഒന്ന് മാറ്റി നിർത്തുന്ന പോലെ പിന്നെ താഴത്തേക്ക് ഇറങ്ങി ഓടുന്ന പോലെ ആക്കി. കാരണം അവൾക്കൊന്ന് പുറത്തേക്ക് പോകണം എന്നുള്ള രീതിക്ക് അവളിങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോയി. പിന്നെ ഒരു ഇൻറ്റിമിഡേറ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷനിലൂടെ ഇങ്ങനെ നോക്കി, ഒരു നല്ലതല്ലാത്ത ഒരു എക്സ്പ്രഷനിലേക്ക് ഹസ്ബൻഡിലേക്ക് നോക്കി. പിന്നെ
ആ ഒരു ഹസ്ബൻഡ് ചോദിക്കുകയാണ്, കാണ്ട് എ മാൻ ടോക്ക് അബൌട്ട് ഹിസ് ഓൺ ഡെഡ് ചൈൽഡ്. അതായത് ഒരു പുരുഷന് തൻ്റെ സ്വന്തം മകൻ മരിച്ചപ്പോൾ സംസാരിക്കാൻ പറ്റില്ല എന്നിങ്ങനെ ചോദിക്കുകയാണ്. അത് ആരോട്? വൈഫിനോട് ചോദിക്കുകയാണ്. അപ്പോൾ വൈഫ് പറയാണ്, ഇല്ല പറ്റില്ല, നിങ്ങൾക്കത് പറ്റില്ല എന്ന് ഇങ്ങനെ പറയാണ്. അപ്പോൾ ചോദിക്കുകയാണ്, എൻ്റെ ഹാറ്റ് എവിടെയാണ്, എനിക്ക് പുറത്ത് പോകണം, എനിക്ക് കുറച്ച് ഫ്രഷ് എയർ ഒക്കെ കൊള്ളണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വൈഫ് പിന്നെ പറയാണ്, ഹോണസ്റ്റ്ലി ഐ ഡോണ്ട് നോ ഇഫ് എനി മാൻ ക്യാൻ സ്പീക്ക് അബൌട്ട് ദാറ്റ് കൈൻഡ് ഓഫ് ലോസ്. അതായത് ഏതൊരു പുരുഷനും ആ ഒരു കൈൻഡ് ഓഫ് ലോസ് എങ്ങനെ പറയാൻ പറ്റും എന്നുള്ളത് ഇങ്ങനെ ചോദിക്കുകയാണ് ആ ഒരു വൈഫ് ഹസ്ബൻഡിനോട്. പിന്നീട് ആമി എന്നുള്ള ഒരു വേർഡ്, ആ ഒരു പേര് ഉപയോഗിക്കുന്നുണ്ട്. അതായത് നമുക്ക് മനസ്സിലാക്കാം ഇവിടെ വൈഫിൻ്റെ പേര് ആമി എന്നാണ്, AMY, ആമി എന്നാണ്. അപ്പോൾ ആമിനോട് പറയാണ്, ഡോണ്ട് സീക്ക് ഹെൽപ്പ് ഓർ റീഅഷ്യൂറൻസ് ഫ്രം ദി സംബഡി എൽസ് അഗെയിൻ ഇൻസ്റ്റെഡ് ഓഫ് മീ. അതായത് എന്നെ അല്ലാണ്ട് വേറൊരാളുടെ അടുത്ത് നിന്ന് ഹെൽപ്പ് നേടല്ലേ, ഞാൻ നിൻ്റെ ബാക്കിലേക്ക് ഓടാൻ എനിക്ക് വയ്യ, ഞാനിവിടെ ഇരിക്കുകയാണെന്നുള്ള രീതിക്ക് അയാൾ അവിടെ താടിക്ക് കൈ കൊടുത്തിട്ട് അവിടെ ഇരിക്കണം. എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട്, എനിക്ക് നിന്നോട് എങ്ങനെ കാര്യങ്ങൾ പറയേണ്ടതെന്ന് അറിയില്ല, എന്നൊന്ന് ഹെൽപ്പ് ചെയ്യുന്നുള്ള ഹസ്ബൻഡ് വൈഫിനോട് പറയാണ്. അപ്പോൾ ആ ഒരു വൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും റെസ്പോൺസ് ഒന്നും ചെയ്യാണ്ട് താക്കോലെടുത്ത് പുറത്തു പോകാനുള്ള ആ ഒരു പുറപ്പാടിലായിരുന്നു. അപ്പോൾ പിന്നെ ഹസ്ബൻഡ് ഇങ്ങനെ പറഞ്ഞുകൊടുക്കുക, ലുക്ക് ഓൾമോസ്റ്റ് എവറിത്തിങ് ഐ സേ അപ്സെറ്റ്സ്. അതായത് ഹസ്ബൻഡ് പറയാണ്, ഞാൻ പറയുന്നതൊക്കെ നിനക്കത് പിടിക്കില്ല, ഒക്കെ അപ്സെറ്റ് ചെയ്യും, നിന്നെ അപ്സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും ഞാൻ പറയുന്നത്. എനിക്ക് എങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് എനിക്കറിയില്ല, ഞാൻ പറയുന്നത് ചിലപ്പോൾ തെറ്റായിരിക്കാം, മേ ബി ഐ കുഡ് ബി തോട്ട്, എന്നെ പഠിപ്പിച്ചു തരാൻ പറ്റുമെന്ന്, ചിലപ്പോൾ നിനക്ക് എന്നെ പഠിപ്പിച്ചു തരാൻ പറ്റും എങ്ങനെയൊക്കെ സംസാരിക്കണമെന്ന്. അല്ലെങ്കിൽ ഞാൻ മസ്കുലാനിറ്റി കുറച്ച് ലൂസ് ചെയ്യണം. അതായത് പുരുഷന്മാർ സ്ത്രീകളുടെ അടുത്ത് എത്തുമ്പോൾ കുറച്ച് മസ്കുലാനിറ്റി, അതായത് പുരുഷത്തൊക്കെ കുറച്ച് കുറയ്ക്കണം, കാരണം കുറച്ചൊന്ന് സോഫ്റ്റ് ആവണം എന്നുള്ള രീതിക്ക് അയാൾ പറയാണ്. അതേപോലെ തന്നെ അല്ലെങ്കിൽ ഒരു ഡീല് വെക്കണം എന്ന് അയാൾ പറഞ്ഞു. ഡീലെന്ന് ഉദ്ദേശിക്കുന്നത് അതായത് ഇങ്ങനത്തെ കാര്യമൊന്നും സംസാരിക്കരുത് എന്നുള്ള ഒരു ഡീല് വെക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ അയാൾ ഒപ്പീനിയൻ പറയുന്നുണ്ട്, കാരണം നല്ല കപ്പിൾസൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ ഡീലൊന്നും വെക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഡോണ്ട് ടേക്ക് യുവർ ഗ്രീഫ് ടു സംബഡി എൽസ് ദിസ് ടൈം. അതായത് വേറൊരാളുടെ അടുത്ത് ഇങ്ങനെ ഈ ഒരു ഗ്രീഫായിട്ട് ഇങ്ങനെ പോരുത്, എന്നോട് തന്നെ സംസാരിക്കും, നമുക്ക് തന്നെ ഇത് പറഞ്ഞു തീർക്കാം, എനിക്കൊരു അവസരം തരാം എന്നുള്ള രീതിക്ക്, ഗിവ് മീ എ ഷോട്ട് എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നീ എന്തിനാണ് ഇതേപോലെ തന്നെ സങ്കടപ്പെടുന്നത്, നിൻ്റെ ഫസ്റ്റ് ചൈൽഡ് മരണപ്പെട്ടോ, ഇത്രയും ഹാർഡ് പോക്കനായിട്ട് നിൽക്കണം, നിന്നെ ആരാണ് പഠിപ്പിച്ചത്, നിനക്ക് ഇത്രയും ഒരു ലവിങ് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ് ഇവിടെ ഉള്ളപ്പോൾ നീ എന്തിനാണ് ഇത്രയും സങ്കടപ്പെട്ടത് എന്നുള്ള രീതിക്കൊക്കെ ആ ഒരു ഹസ്ബൻഡ് വൈഫിനോട് ചോദിക്കുകയാണ്. അപ്പോൾ ആ ഒരു വൈഫ് ഇങ്ങനെ പറയാണ്, there you go, now you are belittling me. അതായത് നിങ്ങൾ എന്നെ ഒരു മോക്കുന്ന പോലെ, ഒരു കളിയാക്കുന്നത് പോലെയാണ് നിങ്ങൾ എന്നോട് സംസാരിക്കുന്നത്, ഒരു അത്ര വാല്യൂ കൊടുക്കാത്തത് പോലെയാണ് സംസാരിക്കുന്നതെന്ന് ആ ഒരു വൈഫ് ഹസ്ബൻഡിനോട് പറയാണ്. അപ്പോൾ ഹസ്ബൻഡ് പറയാണ്, അല്ല ഐ എം നോട്ട് എന്ന് പറയുന്നത്, യു മേക്ക് മീ സോ ആംഗ്രി, ഐ വിൽ സിയർ ഐ കം ദെയർ ആഫ്റ്റർ യു. അതായത് നീ എന്നെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടിപ്പിക്കുന്നുണ്ട്, നീ എന്ത് തരത്തിലുള്ള വുമൻ, ഹൗ ഡിഫിക്കൽട്ട് വുമൻ യു ആർ എന്നൊക്കെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു സിറ്റുവേഷൻ എന്തുകൊണ്ട് ഒരു പുരുഷന് തൻ്റെ സ്വന്തം മകൻ മരണപ്പെട്ട് സംസാരിക്കാൻ പറ്റില്ല എന്ന് അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വൈഫ് പറയും, നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എങ്ങനെ പറയേണ്ടതെന്നുള്ള കാര്യം നിങ്ങൾക്കറിയില്ല. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാനും അറിയില്ല. ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങളെ സ്വന്തം കൈ കൊണ്ട് നിങ്ങൾ ആ ഒരു ഗ്രേവ് യാർഡ് കുഴിക്കുന്നത്, അതായത് തൻ്റെ ഹസ്ബൻഡ് തന്നെയാണെന്നുള്ള ഗ്രേവ് യാർഡ് കുഴിക്കുന്നതെന്ന് ആ ഒരു വൈഫിന് മനസ്സിലായി. അതായത് ഹൗ കുഡ് യു ഡു ഇറ്റ് എന്നുള്ള ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എങ്ങനെ അത് കഴിഞ്ഞു എന്നുള്ളത്. സാധാരണ സ്വന്തം മകൻ്റെ ഒരു ശവ സംസ്കാരം ചെയ്യുക എന്ന് പറയുന്നത് അത്രയും ഹാർഡായിട്ടുള്ള ഒരു കാര്യമാണ്. അതേപോലെ തന്നെ നിങ്ങളൊരു ആ ഒരു ശവസംസ്കാരം കഴിഞ്ഞിട്ട് ആ ഒരു പൊടിയൊക്കെ തട്ടി സാധാരണ രീതിയിൽ പോയിട്ട് ഷൂ ഒക്കെ തട്ടിയിട്ട് അവിടെ ഷോവൽ എന്ന് പറഞ്ഞാൽ മൺകോരിയൊക്കെ അവിടെ വെച്ചിട്ട് സാധാരണ രീതിയിൽ അവിടെ പോയിട്ട് അടുക്കളയുടെ സൈഡിൽ ഇരുന്നിട്ട് നോർമൽ കാര്യം എവരിഡേ തിങ്സൊക്കെ സംസാരിക്കുന്നുണ്ട്. ഞാനിത് കേൾക്കാൻ വേണ്ടി കിച്ചൻ്റെ സൈഡിലേക്ക് നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ സാധാരണ കാര്യങ്ങൾ, അതായത് എവരിഡേ സ്റ്റഫ്, ഡേ ടു ഡേ സ്റ്റഫൊക്കെയാണ് കാര്യങ്ങൾ, ഓർഡിനറി ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 foggy mornings plus 1 rainy day will rot even the strong birch fence.
എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഫോഗി ആയിട്ടുള്ള പകലും അതേപോലെ തന്നെ ഒരു റെയിനി ഡേ, അതായത് ഒരു മഴയുള്ള ദിവസവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ആ ഒരു മതിലുകൾ അല്ലെങ്കിൽ ആ ഒരു അതിരുകൾ തകർക്കും എന്നുള്ളതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ഒരു കാര്യമൊക്കെ എങ്ങനെ അതെൻ്റെ മകനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അതൊക്കെ യു ഡിഡൻറ്റ് കെയർ അറ്റ് ഓൾ, യു നോ ഈവൻ ദ ബെസ്റ്റ് എഫേർട്സ് ടു കംഫർട്ട് ദ ഗ്രേവിങ് ആർ സോ ഇൻസഫിഷ്യൻറ്റ്. അതായത് ഭാര്യ പറയാണ്, ഒരാൾ തൻ്റെ എല്ലാ എഫേർട്ടും എടുത്തിട്ട് ഒരാളെ സമാധാനിപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് മതിയാവാതെ വന്നു, അത് ഇൻസഫിഷ്യൻ്റ് ആയിട്ട് മാറും. ആ ഭാര്യ പറയാണ്, ഒരാൾ ഒരു സിക്കായ മുതൽ തൻ്റെ മരണം വരെ ഒറ്റയ്ക്കാണ്, ദേ ആർ എലോൺ എന്ന് പറയുന്നുണ്ട്. അതായത് ഫ്രണ്ട്സൊക്കെ കംഫേർട്ട് ചെയ്യുന്ന പോലെ പ്രിറ്റൻഡ് ചെയ്യും, അതായത് സമാധാനിപ്പിക്കുന്ന പോലെയൊക്കെ കാണിക്കും. പക്ഷെ ഫ്രണ്ട്സൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിയുമ്പോൾ സാധാരണ ലൈഫിലേക്ക് പോകും. അവർക്ക് മനസ്സിലായി എത്രത്തോളം ഡാർക്കാണ് ഈ വേൾഡ് എന്നുള്ളത്, എത്രത്തോളം ഇരുണ്ടതാണ് ഈ ഒരു വേൾഡ് എന്നുള്ളതൊക്കെ അവർക്ക് മനസ്സിലാവില്ല. അതേപോലെ തന്നെ എനിക്ക് ഈ പകുതി രീതിയിൽ ഗ്രീവ് ചെയ്യാൻ അറിയില്ല. അതായത് ഇപ്പോൾ എനിക്ക് പകുതി കൊടുത്തിട്ട് സങ്കടപ്പെടാൻ അറിയില്ല, എനിക്ക് സങ്കടപ്പെടുമ്പോൾ ഫുള്ളായിട്ട് സങ്കടപ്പെടണം എന്നുള്ളതൊക്കെ ഭാര്യ പറയാണ്. അപ്പോൾ ഭർത്താവ് പറയാണ്, എനിക്കിപ്പോൾ മനസ്സിലായി, നീ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി, യു സെഡ് എവറിത്തിങ് യു നീഡ് ടു സേ. അതായത് നിനക്ക് പറയേണ്ടതൊക്കെ നീ പറഞ്ഞു കഴിഞ്ഞു, ഇനി നമുക്ക് വീട്ടിലേക്ക് തിരിച്ച് മടങ്ങാം, യു വോണ്ട് ഹാവ് ടു ലീവ്. അതായത് നീ പുറത്തേക്ക് പോകേണ്ടതില്ല, നീ കരയുന്നുണ്ട്, നീ അകത്തേക്ക് പോവാ, ഡോറൊക്കെ അടിച്ച് അകത്തേക്ക് പോവാ എന്നുള്ളത് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ആമി പുറത്താരാ ഉള്ളത്, ഡോർ അടിക്കുക, ഇങ്ങനെ പുറത്തുള്ള ആൾക്കാർ കേൾക്കും എന്നുള്ളതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആമീനോട് പുറത്തകത്തേക്ക് കയറും എന്നുള്ള അവരുടെ ഇടയിലുള്ള പ്രശ്നമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ അടുത്ത ഇതിൽ പറയുന്നത്, ഭാര്യ ഭർത്താവിനോട് പറയാണ്, നിങ്ങൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സംസാരിച്ചാൽ തീരുന്ന പ്രശ്നമല്ല, എനിക്ക് പുറത്തേക്ക് പോകണം, ഗെറ്റ് ഔട്ട് ഓഫ് ദിസ് ഹൗസ്, ഐ വോണ്ട് ടു ഗെറ്റ് ഔട്ട് ഓഫ് ദിസ് ഹൗസ് എന്ന് പറയുന്നുണ്ട്. എനിക്ക് നിങ്ങളെ മനസ്സിലാക്കിപ്പിക്കാൻ അല്ലെങ്കിൽ നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് കഴിയില്ല എന്നുള്ള രീതിക്ക് ഭാര്യ ഭർത്താവിനോട് പറയാണ്. പിന്നെ അവസാനം ഭർത്താവ് പറയാണ്, ഐ സ്വിയർ ഇഫ് യു ലീവ് ഹി ഷൗട്ടഡ്. അതായത് ഞാൻ എന്തായാലും ഒരു ഷൗട്ട് ചെയ്യുന്ന പോലെ രീതിയാണ്, ഞാൻ എന്തായാലും നീ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നിൻ്റെ ഫോഴ്സ് ചെയ്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോകുന്നുള്ള രീതിക്കാണ് ഇവിടെ പറയുന്നത്. ഇവിടെ മെയിനായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫും തൻ്റെ മകൻ മരണപ്പെട്ടപ്പോൾ ഉണ്ടാകുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഇമോഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തതിലുള്ള ആ ഒരു കോൺഫ്ലിക്റ്റാണ് മെയിനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇത്രയാണ് ഈ ഒരു പോയത്തിൽ മെയിനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഓൾ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.